പശ്ചിമേഷ്യയും ഇന്ത്യയും തമ്മിൽ ആയിരക്കണക്കിന് മൈലുകളുടെ ദൂരമുണ്ട്. എന്നാൽ അവിടെ ഉയരുന്ന ഓരോ സ്ഫോടനത്തിന്റെയും അലയൊലികൾ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ സ്വീകരണ മുറികളിലും അടുക്കളകളിലും ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്താറുണ്ട്. ലോകത്തിന്റെ ഇന്ധനശാലയെന്നും ആഗോള വ്യാപാരത്തിന്റെ കവാടമെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്ന പശ്ചിമേഷ്യൻ മേഖലയിലെ അസ്ഥിരത കേവലം ഒരു ഇന്റർനാഷണൽ ന്യൂസ് മാത്രമല്ല, അത് നമ്മുടെ ഒക്കെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ വികസന ഏജൻസിയായ UNDP പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ മൂലം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനജീവിതം അതികഠിനമായ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കണക്ക് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 25 ലക്ഷം ആളുകൾ പുതിയതായിട്ട് ദാരിദ്ര്യത്തിന്റെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതെ, ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരനെ ദരിദ്രനാക്കുന്നത് പരിശോധിക്കാം. ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ വില്ലൻ എന്ന് പറയുന്നത് ഇന്ധനവില തന്നെയാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം മുറുകുമ്പോഴോ ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാന പാതകൾ തടസ്സപ്പെടുമ്പോഴോ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില റോക്കറ്റ് പോലെ കുതിക്കും. ഇന്ന് 2026 ഏപ്രിലിൽ നിൽക്കുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വർധനവും ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് കോസ്റ്റ്, അതായത് ചരക്ക് ഗതാഗത ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരളം പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് പച്ചക്കറികളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രക്കുകളിലാണ് എത്തുന്നത്. ഡീസൽ വില കൂടുമ്പോൾ ലോറി വാടക കൂടും. ലോറി വാടക കൂടുമ്പോൾ നമ്മൾ വാങ്ങുന്ന തക്കാളിക്കും അരിക്കുമൊക്കെ വില കൂടും. സാധാരണക്കാരന്റെ വാങ്ങൽ ശേഷി അഥവാ പർച്ചേസിംഗ് പവർ കുറയുമ്പോൾ അവർ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്നു. ഇനി പ്രവാസികളുടെ ആശങ്കയും വരുമാന തകർച്ചയും ഒന്ന് പരിശോധിക്കാം. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെയാണ്. പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗൾഫ് പണമാണ്. യുദ്ധം പടരുമ്പോൾ അവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലയും സർവീസ് സെക്ടറും സ്തംഭിക്കും. ജോലികൾ നഷ്ടപ്പെട്ട് പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമ്പോൾ അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാന സ്രോതസ് ഇല്ലാതെയാക്കും. വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടാകുന്ന ഇടിവ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ദുർബലമാക്കും. UN റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ തൊഴിൽ നഷ്ടവും അതുപോലെ വരുമാനമില്ലായ്മയും വലിയൊരു വിഭാഗം ജനങ്ങളെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴേക്ക് എത്തിക്കും. ഇത് വെറും ഒരു ഭീഷണിയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അടുത്തതായിട്ട് സപ്ലൈ ചെയിനും ഭക്ഷ്യസുരക്ഷയും. കപ്പൽ ഗതാഗതത്തിന് നേരെ റെഡ് സീ അതായത് ചെങ്കടലിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ സാവധാനത്തിലാക്കുന്നു. ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ വർദ്ധിക്കുന്നതോടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില ഇരട്ടിയാകും. ഉദാഹരണത്തിന് ഫെർട്ടിലൈസേഴ്സ്, അതായത് വളം നിർമ്മാണത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഇത് തടസ്സപ്പെട്ടാൽ നമ്മുടെ കർഷകർക്ക് കൃഷിച്ചെലവ് കൂടും. കർഷകന് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തതും ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ദരിദ്ര വിഭാഗങ്ങൾക്കിടയിലുള്ള അസമത്വം വർദ്ധിപ്പിക്കാൻ ഇത്തരം യുദ്ധ സാഹചര്യങ്ങൾ കാരണമാകുമെന്ന് UNDP വ്യക്തമാക്കുന്നു. ഇനിയുള്ള ചോദ്യം ഇതാണ്: നിക്ഷേപങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കുമോ എന്നുള്ളതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം ഇന്ത്യയെ പോലെയുള്ള വളരുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ വിദേശ നിക്ഷേപം യുദ്ധം കാരണം സുരക്ഷിതമായ മറ്റ് മേഖലകളിലേക്ക് മാറിപ്പോകാം. ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനെ തടയും. അതുപോലെ നിലവിലുള്ള പദ്ധതികൾ ഇഴയുന്നത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കും. ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്ന് പ്രവചിക്കപ്പെടുന്ന ആ 25 ലക്ഷം പേരിൽ ഭൂരിഭാഗവും അസംഘടിത മേഖലയിലെ, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികളായിരിക്കും. അവർക്ക് ഇത്തരം ആഘാതങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. 2026 ഏറ്റവും പുതിയ സാഹചര്യം ഒന്ന് നോക്കാം. ഇന്ന് ഏപ്രിൽ 17 ശരിക്കും നമ്മൾ കാണുന്നത് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു 10 ദിവസത്തെ വെടിനിർത്തൽ നടപ്പിലാകുന്നതാണ്. ബെയ്റൂട്ടിൽ സമാധാനത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇത് ശാശ്വതമാണോ എന്ന് ആർക്കും അറിയില്ല. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം പൂർണ്ണമായും അവസാനിച്ചിട്ടുമില്ല. UNDP നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ദാരിദ്ര്യം എന്നത് കേവലം പണമില്ലാത്ത അവസ്ഥയല്ല, അത് പോഷകാഹാരക്കുറവ്, ആരോഗ്യ സൗകര്യങ്ങളുടെ അഭാവം, സാമൂഹിക സുരക്ഷിതത്വം ഇല്ലായ്മ എന്നിവയുടെ ഒരു സങ്കീർണമായ അവസ്ഥയാണ്. പശ്ചിമേഷ്യൻ സമാധാനം എന്നത് കേവലം രാഷ്ട്രീയ ആവശ്യമല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഇനി സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പരിഹാര മാർഗങ്ങൾ എന്താണ്? ഇന്ത്യ എന്ത് ചെയ്യണം? ഇതാണ് ഇനി നോക്കുന്നത്. ഇന്ധന ഇറക്കുമതിയിലെ അമിത ആശ്രിതത്വം കുറയ്ക്കാൻ നമ്മൾ ഹരിത ഊർജ്ജത്തിലേക്ക്, അതായത് ഗ്രീൻ എനർജിയിലേക്ക് മാറേണ്ടതുണ്ട്. എഥനോൾ മിശ്രിത ഇന്ധനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് ഗുണം ചെയ്യും. എന്നാൽ ഇപ്പോൾ ദരിദ്ര വിഭാഗങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം എത്തിക്കുന്ന പദ്ധതികളും പൊതുവിതരണ സമ്പ്രദായവും കൂടുതൽ ശക്തമാക്കുന്നതും അനിവാര്യമാണ്. ഒരിടത്തെ തീപ്പൊരി മറ്റൊരിടത്തെ ജനജീവിതത്തെ ചാരമാക്കാൻ കെൽപ്പുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ മുഴങ്ങുന്ന വെടിയൊച്ചകൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വറുതിയുടെ ശബ്ദമായി മാറുന്നത് തടയാൻ
അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഈ മുന്നറിയിപ്പ് ഒരു സാധാരണ റിപ്പോർട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്രജ്ഞർക്കും അതുപോലെ ഭരണാധികാരികൾക്കുമുള്ള ഒരു വേക്കപ്പ് കോൾ കൂടിയാണ്. 25 ലക്ഷം ഇന്ത്യക്കാർ ദാരിദ്ര്യത്തിലേക്ക് വീഴുക എന്നതിന്റെ അർത്ഥം ഒരു വലിയ മാനുഷിക പ്രതിസന്ധി അല്ലാതെ എന്താണ്? നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാത്ത പക്ഷം വിദൂരങ്ങളിലെ യുദ്ധങ്ങൾ നമ്മുടെ ജനതയുടെ സ്വപ്നങ്ങളെ തകർക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.